ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് വരികയാണ്. ഇതാ പ്രതിപക്ഷത്തു നിന്നുള്ള വാദമുഖം നമുക്ക് മുന്നിലുണ്ട്, ഭരണപക്ഷത്തിന് പറയാനുള്ളത് നമുക്ക് മുന്നിൽ ഉണ്ട്. താങ്കൾക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഈ യുവാക്കളുടെ പ്രശ്നം ആണിത്, വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. അവർക്ക് മുന്നിൽ നമ്മൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ചേർന്ന് നിൽക്കുന്നു, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന ഒരു സന്ദേശം കൊടുക്കേണ്ടതുണ്ട് എന്നാണ് തടയപ്പെട്ട തൻ്റെ പ്രസംഗത്തിന് മുൻപ് മൈക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. തലേ ദിവസം നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി പറഞ്ഞത് ഈ പ്രശ്നത്തിൽ നീതിയുക്തമായ അന്വേഷണം നടക്കും, ഇത് രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ്. ആ രണ്ട് നിലപാടുകൾക്കനുസരിച്ച് ഒരു കാര്യം ഇന്ന് ഉണ്ടായോ പാർലമെൻറ്റിൽ? ഇന്ത്യൻ പാർലമെൻറ്റിലെ ഇരുസഭകളിൽ നിന്നും നമുക്ക് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്ദേശം എന്താണ്? നിരീക്ഷക പക്ഷത്ത് നിന്നുള്ള ഒരു വിലയിരുത്തൽ. ലാൽകുമാർ. അല്ല, നോക്കൂ, കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യൻ പാർലമെൻറ്റിലെ ചർച്ചകളുടെ ഒരു ക്വാളിറ്റി എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് പല കാര്യങ്ങളും പറഞ്ഞവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകാത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയും. അതിന് ഒരു സംശയവുമില്ല കാര്യത്തിൽ. കാര്യം പ്രതിപക്ഷത്ത് ഒരാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പുറത്തു നിന്ന് ഒച്ച വെക്കുന്നതാണ് മെയിൻ പതിവായി നമ്മുടെ പാർലമെൻ്ററി പ്രൊസീഡിങ്സിൽ കാണുക. ഇപ്പോൾ പ്രിൻറ്റു പറഞ്ഞൊരു വാദം നമുക്കെടുക്കാം. പ്രിൻറ്റു പറഞ്ഞ വാദം എന്താ? അദ്ദേഹം പറഞ്ഞത് പാർലമെൻറ്റ് തുറങ്ങുന്ന ദിവസം തന്നെ ഈ ലോകത്തിന് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്, ഇന്ത്യൻ ജനാധിപത്യം കൊടുക്കുന്ന മെസ്സേജ് എന്താണ്. ഞാൻ ആ മെസ്സേജ് എന്ന് പറയുന്ന വാക്കിനെ ഞാൻ പിടിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു രാജ്യത്തിൻ്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അതിനകത്ത് ഏറ്റവും വലിയ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ യൂത്താണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂത്താണ്. അപ്പോൾ ഇവർ അടുത്ത ഘട്ടത്തിലേക്ക്, നമ്മൾ ഈ പറഞ്ഞ ക്വാളിഫൈഡ് ആയിട്ട് മാറുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് നീറ്റ് എക്സാം വഴി ആണല്ലോ. ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്ത് മോശമായി പരീക്ഷ നടത്തുന്നത് വഴി നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഇങ്ങനെ ഏറ്റവും വലിയ അതിക്രമങ്ങൾ നടന്നിട്ട്, അല്ലെങ്കിൽ ഏറ്റവും മോശമായ പ്രവർത്തനം നടന്നിട്ട് ആ വിഷയം ചർച്ച ചെയ്യണ്ട എന്ന് പാർലമെൻറ്റ് തീരുമാനിക്കുന്നത് വഴി ഭരണപക്ഷം എന്ത് മെസ്സേജാണ് ലോകത്തിന് കൊടുക്കുന്നത്? അത് ന്യായമായ ചോദ്യമല്ലേ? നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇപ്പം കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയും നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു നോ മിസ്അപ്രോപ്രിയേഷൻ ഹാസ് ഹാപ്പൻഡ് എന്നുള്ളതാണ് അവരുടെ വാദം. പക്ഷേ ബീഹാർ സർക്കാർ അങ്ങനല്ലല്ലോ പറയുന്നത്. ബീഹാർ ഭരിക്കുന്നത് എന്തായാലും ഈ പറയുന്ന കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം നിൽക്കുന്നോ മമതാ ബാനർജിയോ ഈ വഴക്കുണ്ടാക്കുന്നവരാരുമല്ല. ബീഹാർ ഭരിക്കുന്നത് BJPയുടെ അലൈയാണ്. ആരാണ് അവിടെ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്? ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും അത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതും അതിൻ്റെ ചർച്ച നടക്കുന്നതും ആരാണ്? അത് BJPയുടെ പോലീസാണ്, നമ്മുടെ പോലീസല്ല. അതിനെതിരെയാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു പോലീസ് അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ട് അത്തരത്തിൽ ഈ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നത്തിന്റെ, പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നത്തിന്റെ മെറിറ്റിലേക്ക് കടക്കുകയല്ല ഭരണപക്ഷം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ, അത് തന്നെയാണ് ഭരണപക്ഷത്തിന്റെ വാദം. പാർലമെന്റിന്റെ ഈ സമ്മേളനം തുടങ്ങുന്ന വേളയിൽ 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ യഥാർത്ഥ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്ന ദിവസം അതൊരു അപശകുനമാണ് എന്ന് അദ്ദേഹം ആ വാക്കുപയോഗിച്ചില്ല, എങ്കിലും അതവർ കരുതുന്നു. ആ സമയത്ത് ചെയ്യരുത് എന്നാണ്. അതിന് വാദിക്കാൻ വേണ്ടി നടപടിക്രമങ്ങളെയാണ് കൂട്ടുപിടിക്കുന്നത്. രാഷ്ട്രപതിയുടെ പ്രസംഗം കഴിഞ്ഞാൽ അതിനുള്ള ചർച്ചയെ നടന്നുകൂടൂ. അതിനിടയിൽ ഒരു കാര്യം അടിയന്തര പ്രമേയമായി പോലും കൊണ്ടുവരാനാകില്ല എന്ന സാങ്കേതിക നിലപാടാണ് അവർ പറയുന്നത്. സാങ്കേതികതയിൽ ഊന്നിയാണ് മറ്റുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നത്. ലാൽകുമാർ. നോക്കൂ, ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് സബ്സ്റ്റാൻഷ്യൽ ജസ്റ്റിസിനെ ഡിഫീറ്റ് ചെയ്യുന്നതാകാൻ പാടില്ല. ഇതൊരു സുപ്രീം ലോ ആണ്, ലോയുടെ പൊസിഷനാണ്.
നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രൊസീജിയർ വേണോ വേണ്ടായോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. ഇപ്പം ഞാൻ നോക്കൂ, ഇന്ന് സ്പീക്കർ പറയുകയാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ, നമുക്ക് നാളെ ആ ടോപ്പിക് എടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞോ? അല്ലെങ്കിൽ അത് അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, നമുക്ക് ചർച്ച ചെയ്യാം, അത് ഇന്നല്ല എന്നൊരു റിമാർക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നോ? അപ്പം അങ്ങനൊരു കാര്യമില്ല. അവർ പറയുന്നത് എന്താ, നന്ദി പ്രമേയത്തിൻ്റെ കൂട്ടത്തിൽ പറയാം എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറയേണ്ട ഒരു വിഷയമല്ല ഇത്. നോക്കൂ, ഒരു ജനറൽ പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മാറ്ററിൽ എ ഡിസ്കഷൻ ഷുഡ് ഹാപ്പൻ. ദ പ്രൈം മിനിസ്റ്റർ ഷുഡ് സ്പീക്ക് ബിഫോർ ദ പാർലമെന്റ്. അത് ജനങ്ങളുടെ ആവശ്യമല്ലേ? നോക്കൂ, കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരുന്നൊരു കാര്യം, പ്രൈം മിനിസ്റ്ററിന്റെ വഴിക്ക് പോവുക. അദ്ദേഹം ഇന്ന് അത് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇന്നെത്തിയില്ല. പ്രധാനമന്ത്രി ഇന്ത്യ മഹാരാജ്യത്ത് അദ്ദേഹം ഉണ്ട് എങ്കിൽ ആ പാർലമെന്റ് ഹൗസിലേക്ക് വരാത്തത് ബേസിക്കലി ഇറ്റ് ഷോസ് ദ അണ്ടർ കോൺഫിഡൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. നത്തിങ് മോർ നത്തിങ് ലെസ്. അദ്ദേഹത്തിന് ഇതിനൊന്നും നേരിടാനുള്ള ശക്തിയില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ശക്തമായി അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ അദ്ദേഹം പതുങ്ങും. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്.